ഉസ്താദ് പറയുന്നു, എന്റെ 20ാമത്തെ വയസ്സ് മുതൽ തുടങ്ങി ഇപ്പോൾ എനിക്ക് വയസ്സ് 80ആയി. 20ാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പൊ എനിക്ക് വയസ്സ് 80ആയി. ഈ 80 വയസ്സിനിടയ്ക്ക് ഒരു ദിവസം വിട്ടുപോകാതെ ഞാൻ അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റ് ചൊല്ലുന്ന കാലത്തോളം നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ കച്ചവടത്തിൽ, നിങ്ങളെ സ്ഥാപനത്തിൽ, നിങ്ങളെ സംഘടനയിൽ, നിങ്ങൾക്ക് നാട്ടിൽ എന്തൊക്കെ മല പോലത്തെ പ്രശ്നം വന്നാലും അത് മഞ്ഞ് പോലെ ഉരുകിത്തീരും. അങ്ങനത്തെ ഒരു ദിക്റ് 60 കൊല്ലമായിട്ട് ഞാൻ പതിവാക്കുന്നു. എനിക്ക് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ കേരളം അറിയപ്പെട്ട മടവൂർ ശൈഖുന അവറുകളെ പൊരുത്തം, ചാപ്പനങ്ങാട് മൂലൽ പാപ്പാന്റെ പൊരുത്തം, ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ പാപ്പാന്റെ പൊരുത്തം, മക്കത്തുൽ മുക്കറമയിലെ മുഹമ്മദ് മാലിക്കിയുടെ പൊരുത്തം, മദീന മുനവ്വറയിലെ ഹസൻ ഷദ്ദാദ് തങ്ങളെ പൊരുത്തം, കുവൈത്തിലെ ഹാഷിം ഡിഫായിയുടെ പൊരുത്തം, ലോക ഔലിയാക്കളെ പൊരുത്തം വാങ്ങി ഓരോ സമയത്തും അവരൊക്കെ കണ്ടുമുട്ടുമ്പോൾ പൊരുത്തം വാങ്ങി ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുണ്ട്. ആ ദിക്റ് പ്രിയപ്പെട്ട SSFകാരെ, പ്രിയപ്പെട്ട SYSകാരെ, പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിന്റെ ആളുകളെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഉസ്താദുമാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ആ ദിക്റ് ചൊല്ലിക്കോ. അല്ലാഹു മല പോലെ വന്ന ഏത് സംഗതിയും മഞ്ഞു പോലെ ഉരുകി തീർത്ത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കും. ആ പറ്റിയ ശക്തിയുള്ള ദിക്റാണ് മഹ്ളറത്തുൽ ബദരിയ, സ്വലാത്തുൻ അലാ നൂരിൽ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ഞാൻ. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എവിടെ പോയിട്ടും ഇപ്പോ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച കായംകുളത്ത് പോയിട്ട് സ്വലാത്തുൻ അലാ നൂരിൽ, അപ്പോഴേക്കും കായംകുളത്തുകാർ മുഴുവനും അത് ഏറ്റെടുത്തിട്ട് അവർ ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ അവിടെ ഞാൻ ചൊല്ലി സ്വലാത്തുൻ അലാ നൂരിൽ وأصحاب بدر ثم كل الصحابة. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട അഹ്ലുൽ ബൈത്ത്, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളിൽ ഏറ്റവും പ്രധാനികളായ ബദരീങ്ങൾ, ആ അമ്പിയാക്കളെയും ബദരീങ്ങളെയും ഔലിയാക്കളെയും എല്ലാം 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 തവസ്സുലാക്കിക്കൊണ്ട് റബ്ബേ എന്ന് തവസ്സുലിന്റെ കൈ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന ദിക്റാണ് മഹ്ളറത്തുൽ ബദരിയ. ഓ പ്രിയപ്പെട്ടവരെ,